പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറെ ഞെട്ടലോടുകൂടിയും അതിലേറെ ഭയത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത ഞാൻ പുറത്തേക്ക് വിടുന്നത്. നമ്മുടെ നാട് തട്ടിപ്പിന്റെ ഒരു വലിയ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്. അല്പം മുമ്പാണ് കൊല്ലം അടൂരിൽ നിന്നും ഒരച്ഛനും അമ്മയും എന്നെ വിളിച്ചത്. ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അവർ ഞാനുമായിട്ട് പങ്കുവച്ചത്. അവരുടെ മകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രിയാണ് അവർക്ക് ഒരു കോൾ വരുന്നത്. അവരുടെ മകളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും മകളുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ടെന്നും മകൾ മയക്കുമരുന്നിന് അടിമയാണെന്നും മകൾ മാത്രമല്ല 3 പേർ അവരുടെ കൂടെ ഉണ്ടെന്നും പറയപ്പെടുന്നു. ഒപ്പം തന്നെ അതിനൊരു ചെറിയ സാന്ത്വനം കൂടെ കൊടുത്തു. മകൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, മറ്റവരാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മകളെ ഇപ്പോൾ മീഡിയയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് ഹിന്ദിയിൽ അവർ പറഞ്ഞത്. ഹൃദ്രോഗിയായ അച്ഛൻ തകർന്നുപോയി, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസിക്ക് പോയ മകൾ മയക്കുമരുന്നിന് അടിമയായിരിക്കുന്നു എന്ന വാർത്ത അദ്ദേഹത്തെ ഞെട്ടിച്ചു. അതിനപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു, മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. വന്നത് ഒരു വാട്സാപ്പ് കോളാണ്. വാട്സാപ്പിൻ്റെ പിക്ചർ എന്ന് പറയുന്നത് ഒരു ഹയർ ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോയാണ്. അയാൾ കരഞ്ഞ് കാല് പിടിച്ചു. ഒടുവിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 50,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് മകളെ മീഡിയയ്ക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുകയില്ല. 5 കാശില്ലാതെ ഹൃദ്രോഗിയായിരിക്കുന്ന അച്ഛൻ കാണു വീണ് അപേക്ഷിച്ചു, എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ 25,000 രൂപ എന്ന രീതിയിലേക്ക് അവരെത്തി. മറ്റൊന്നും ചിന്തിക്കുവാനുള്ള സമയം അവർക്ക് ഉണ്ടായില്ല. ഇതൊരു ട്രാപ്പാണെന്നോ ഇത് തട്ടിപ്പാണെന്നോ അറിയാനുള്ള ചിന്തയൊന്നും അവർക്ക് ഉണ്ടായില്ല. മകളെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാതിരിക്കാനായിട്ട് ആ അച്ഛൻ എന്തിനും തയ്യാറായിരുന്നു. ഒടുവിൽ മകളോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവളെ ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മകളുടെ കരച്ചിൽ കൂടെ കേൾപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ടെൻഷൻ പിടിച്ചൊരു കാര്യം. മകളുടെ പേര് പറയുന്നു, മകൾ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഹിന്ദിയിൽ അവർ പറയുന്നു. ഒടുവിൽ ഗൂഗിൾ പേ 25,000 രൂപ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഗൂഗിൾ പേ ചെയ്യാൻ നിവൃത്തിയില്ല, നിങ്ങൾക്കൊരു അക്കൗണ്ട് നമ്പർ തരുമെന്ന് പറയുന്നു. ഒടുവിൽ പെട്ടെന്ന് തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുന്നു, അതിലേക്ക് പണം ഇട്ട് കൊടുക്കുന്നു. ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക. ഹലോ, ഗുഡ് ഈവനിങ്. എന്താണ് അവർ ഹിന്ദിയിൽ പറഞ്ഞത് നമ്മളോട്? എന്താണ് വിളിച്ചു പറഞ്ഞത്? ഇവരെ എന്നോട് ആദ്യം വിളിച്ചിട്ട് പറയുന്നത് മകളുടെ പേര് ചോദിച്ചു തന്നെ. എന്റെ മകൾ പേരിഞ്ഞോട്ട് പറഞ്ഞവർ മകളുടെ പേര് പറഞ്ഞാൽ പറഞ്ഞു എന്റെ എന്റെ മകൾ പേരിഞ്ഞോട്ട് പറഞ്ഞവർ മകളുടെ പേര് പറഞ്ഞാൽ പറഞ്ഞ എന്റെ മകളാണ്. അത് ഇന്ന് ഇവരെ മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ട്, മയക്കുമരുന്നുമായിട്ട് ഇതിനെ പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ വേറെ 3 പിള്ളേരുണ്ടായിരുന്നു. ഇത് സത്യത്തിൽ ഇത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതല്ല, അത് അവർക്കും മനസ്സിലായി ഇത് ഉപയോഗിക്കുന്നതല്ല. അപ്പോ ഇത് മറ്റുള്ള 3 പേര് ഇതിനെ കൂടെ അതിൽ ഉൾപ്പെടുത്തി കളഞ്ഞു. ഓ, അങ്ങനെ വളരെ ഭയങ്കര അനുഭാവത്തോടെ സംസാരിച്ചപ്പോഴല്ലേ? അനുഭവത്തോടുകൂടി അങ്ങനെ സംസാരിച്ചു. എന്നിട്ട് ഇങ്ങനെ കുറെ നേരം സംസാരിച്ച് ഞങ്ങൾക്ക് ഇവിടെ മീഡിയ ഉണ്ട്, ഇപ്പൊ മീഡിയ ഷോ ചെയ്യും. അപ്പം അത് ഡ്രസ് ഇപ്പൊ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ പോലീസിന്റെ വണ്ടി കയറ്റിക്കൊണ്ട് ഇപ്പൊ പോവും, പിന്നെ മീഡിയയിലാവും, പിന്നെ ആകെ പ്രശ്നവും, പിന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല, ഇറക്കാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യണമെങ്കിൽ ഇപ്പൊ അവരെ കൂടിയ ഉദ്യോഗസ്ഥരുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നു പറഞ്ഞിട്ട് ഫോൺ ഹാൻഡ് ഓവർ ചെയ്യുമായിരുന്നു. ഫോൺ അവിടെ കൊടുത്ത ഉടനെ അയാൾ അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇപ്പം ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവും, മറ്റേ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റും ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ മൊത്തത്തിലുള്ള. എന്നിട്ട് പറയുന്നുണ്ട് ഫോൺ കട്ട് ചെയ്യാനോ മറ്റേ അതൊന്നും ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. കുറ്റിനെ ഉപദ്രവിക്കും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മറ്റേ ആൾ ഇത് ലാസ്റ്റ് പറയുകയാണ് 50,000 രൂപ വേണം, ഒഴിവാക്കി തരാം. 50,000 രൂപ തന്നു കഴിഞ്ഞാൽ ഇതിനെ ഒഴിവാക്കി തരാന്ന് പറയും. പിന്നെ പറഞ്ഞു ലാസ്റ്റ് ഉടനെ ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിലേക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ അത് ഫോൺ വാങ്ങിക്കത്തില്ല, അത് ഭയങ്കര കരച്ചിലാ, നിലവിളിയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരച്ചിലിന് 2-3 പ്രാവശ്യം കരച്ചിലിട്ട് കാണിച്ചു, ഓഡിയോ കേൾപ്പിച്ചു. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലമായി. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയത്തില്ലല്ലോ നമുക്ക്. അങ്ങനെ അന്ന് പോകുന്ന കുഞ്ഞല്ല. അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ പൈസ ഇടുന്ന ആദ്യം ഗൂഗിൾ പേയുടെ 2 നമ്പർ തന്നു, ഒരു നമ്പർ തന്നു. ആദ്യം ട്രൈ ചെയ്തിട്ട് അത് ഒക്കത്തില്ല. നമ്മുടെ എന്റെ നമ്പർ എന്റെ ഒരു പൈസ ഇല്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു പൈസ ഇട്ടില്ലെങ്കിൽ ഇതിപ്പോ പ്രശ്നമാവും, അങ്ങനെയാവും എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു ഗൂഗിൾ പേ നമ്പർ ഒന്ന് തന്നു. എന്നിട്ട് ആ നമ്പറിൽ പൈസ പോകുന്നില്ല. അത് കഴിഞ്ഞ് വേറൊരു നമ്പർ തന്നു, അതിലും പൈസ കയറുന്നില്ല.
പിന്നെ അത് കഴിഞ്ഞിട്ട് SBIയുടെ ഒരു അക്കൗണ്ട് നമ്പർ തന്നു. അപ്പോൾ അതിലോട്ടാണ് പൈസ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തത്. അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ, വേറെ എൻ്റെ ഭാര്യയുടെ ആങ്ങളുടെ കയ്യിൽ നിന്നാണ് പൈസ കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ദൂരെ പഠിക്കുവാൻ പോയ മകളെ മയക്കുമരുന്നിന് പിടിക്കപ്പെട്ടിരിക്കുന്നു വിശ്വസിപ്പിക്കുക, അതിന്റെ പേരിൽ പണം തട്ടിയെടുക്കുക. അത്ര വിശ്വാസയോഗ്യമായിട്ടാണ് അവർ സംസാരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വന്ന കോൾ ഇങ്ങനെയാണെങ്കിൽ നാളെ പല രീതിയിലും നിങ്ങളുടെ വീട്ടിലേക്ക് കോളുകൾ വന്നേക്കാം. തട്ടിപ്പിന്റെ ഒരു വലിയ ലോകമായി ഇന്ത്യ മാറുകയാണ്. സൈബർ സെല്ലിൽ ഇപ്പോൾ തന്നെ ഇവരെ പരാതി കൊടുത്തു കഴിഞ്ഞു. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു നമ്പറാണ് 1930 എന്ന സൈബർ സെൽ നമ്പർ. തട്ടിപ്പ് മനസ്സിലാക്കി ഉടൻ തന്നെ അവർ പോലീസിനെ, സൈബർ സെല്ലിനെ വിവരം അറിയിച്ചു. എന്തായാലും കൊടുത്ത 25,000 രൂപ ബ്ലോക്കാക്കിയിരിക്കുന്നതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. പണം തിരിച്ചു കിട്ടുമോയെന്ന് അറിയില്ല. പോലീസ് സ്റ്റേഷനിലും കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇതുവരെ ഒരു പത്രങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. കാരണം ആകെ ഭയത്തിലാണ് ആ കുടുംബം. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ തട്ടിപ്പുകാരനുമായിട്ട് പോലീസ് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത്രേ, ഇതിന്റെ പേരിൽ അമ്മയും അച്ഛനെയും കുടുക്കുമെന്ന് പറഞ്ഞത്രേ. ഭയന്നു പോയി ആ കുടുംബം. ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് മുക്തയായിട്ടില്ല. ഈ സമയത്തൊക്കെ അവർ മകളെ വിളിക്കാൻ ശ്രമിക്കുന്നു. കൃത്യമായിട്ട് ഈ തട്ടിപ്പിന് ശ്രമിച്ചവർക്കറിയാം ആ കുട്ടി ലേബർ റൂമിൽ ഡ്യൂട്ടിയിലാണ്, ഫോൺ എടുക്കുകയില്ല എന്നറിയാം. വിളിക്കുമ്പോഴൊക്കെ കുട്ടിയുടെ ഫോൺ റിങ് ചെയ്യുന്നാൽ എടുക്കുന്നില്ല. ഇവർ ഉറപ്പിച്ചു മകൾ ഏതോ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്. എന്നെ ഞെട്ടിച്ച ഒരു കാര്യം അതല്ല, കൃത്യമായിട്ട് ആ കുട്ടിയുടെ പേര്, ആ കുട്ടി ഇന്ന് ചെയ്ത കാര്യങ്ങൾ, എന്തിനേറെ അതെല്ലാം കൃത്യമായി ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് ആ കുട്ടിയെ പെടുത്തിയിരിക്കുന്നത്. അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇങ്ങനെ ഒരു കോൾ വന്നതെങ്കിലും കേരളത്തിൽ മലയാളികളായ, അല്ലെങ്കിൽ മലയാളികളെ പോലെ തോന്നിക്കുന്ന, അല്ലെങ്കിൽ മറ്റാരോ ഇതിന് പിന്നിൽ കേരളത്തിൽ തന്നെയുണ്ട്. അവരുടെ ചാരന്മാർ നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട്. നമ്മുടെ കുട്ടികളെ, നമ്മളെ ഓരോരുത്തരെയും അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കുകയാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ആക്ടിവിറ്റികളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ട്രാപ്പിന് ഇട വരുമ്പോൾ കൃത്യമായി അവരെ അറിയിക്കുകയും ആ നിമിഷം തന്നെ അവരെ പെടുത്തുകയും ചെയ്യും ഒരു വലിയ കെണിയിൽ. ഈ പാവപ്പെട്ട അച്ഛനും അമ്മയും തകർന്നു പോയി. സ്വന്തം മകളുടെ പേരെടുത്ത് പറഞ്ഞ് മകൾ രാവിലെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പോയ കാര്യം തുടങ്ങി എല്ലാ കാര്യം പറഞ്ഞപ്പോഴും അത് കൃത്യമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. പക്ഷേ സത്യത്തിൽ ആ കുട്ടി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നിരവധി കോളുകൾ, അച്ഛൻ്റെയും അമ്മയുടെയും അമ്മാവൻ്റെയൊക്കെ കോൾ കണ്ട് തിരിച്ചു വിളിച്ചപ്പോഴാണ് ആ കുട്ടി അറിയുന്നത് ഇത്തരത്തിലൊരു വലിയ ട്രാപ്പിലാണ് തൻ്റെ അച്ഛനുമേയും പെട്ടിരിക്കുന്ന, പണം പോയിരിക്കുന്നു എന്നൊക്കെ. എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പണം തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും ഒക്കെ പെട്ടുപോകും. എത്ര വലിയ അറിവുള്ള ആളായാലും, എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും നമ്മളൊക്കെ പെട്ടുപോകും. സ്വന്തം കുഞ്ഞ് ഈ ഒരു പ്രശ്നത്തിൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു കാരണമാണെങ്കിൽ ഇനി പല കാരണങ്ങളായിരിക്കാം വരാൻ പോകുന്നത്. വളരെ സൂക്ഷിച്ചിരിക്കുക. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ 1930 എന്ന സൈബർ സെൽ നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിക്കണം. ഇത് ഷെയർ ചെയ്യപ്പെടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ഒരു പേരിൽ, ഇന്ന് തട്ടിപ്പ് ഇങ്ങനെയാണെങ്കിൽ നാളെ ഈ തട്ടിപ്പ് വരാൻ പോകുന്ന മറ്റൊരു പേരിലായിരിക്കാം. തീവ്രവാദത്തിൻ്റെ പേരിലായിരിക്കാം, കൊലപാതകത്തിൻ്റെ പേരിലായിരിക്കാം. അങ്ങനെ എന്തിൻ്റെയും ഏതിൻ്റെയും പേരിൽ പോലീസിൻ്റെ മുഖഭാവത്തോടുകൂടി, പ്രച്ഛന്ന വേഷത്തോടുകൂടി ആൾക്കാർ പ്രത്യക്ഷപ്പെട്ടേക്കാം. ഇവർ വാട്സാപ്പ് കോളുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. വാട്സാപ്പ് കോളുകൾ വരുമ്പോൾ പ്രത്യേകം ഓർക്കുക, ഒരു പോലീസും അങ്ങനെ വീഡിയോ കോൾസ് ചെയ്യാറില്ല. ഒരു പോലീസും വാട്സാപ്പിൽ വിളിക്കാറുള്ളത് പ്രത്യേകം ഓർക്കുക. ഇത്തരത്തിലുള്ള എന്തെങ്കിലും കേസിൽ പെട്ടാലും ഇല്ലെങ്കിലും അപ്പോൾ തന്നെ നിങ്ങൾ പണം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിക്കുക. ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ പിടിച്ചാൽ പോലും നമുക്ക് കൃത്യമായിട്ട് കാര്യം അറിയാൻ പറ്റും. അതുകൊണ്ട് തട്ടിപ്പിൽ വീഴാതിരിക്കുക. ഈ ഒരു നമ്പർ ട്രേസ് ചെയ്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 5.5 കോടി രൂപയാണ് ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് ചെന്നിരിക്കുന്നു പറയുമ്പോൾ ആ തട്ടിപ്പിൻ്റെ ഒരു വലിയ വ്യാപ്തി നമുക്ക് മനസ്സിലാകും. വളരെ ജാഗരൂകരായിട്ടിരിക്കുക, വളരെ സൂക്ഷിച്ചിരിക്കുക. എന്തായാലും കൊല്ലത്തെ ആ ദമ്പതിമാർക്ക്, ആ പിതാവിനും അമ്മയ്ക്കും അവർ കൊടുത്ത പണം തിരികെ കിട്ടേണ്ടതെന്ന് പ്രാർത്ഥിക്കാം. അടിയന്തരമായിട്ട് സൈബർ സെല്ലും പോലീസും നിയമവൃത്തങ്ങളും ഇടപെടേണ്ട ഒരു കാര്യമാണ്. ഇതൊരു വലിയ ചർച്ചയായി മാറേണ്ട കാര്യമാണ്. കാരണം എവിടെയും എപ്പോഴും ഈ തട്ടിപ്പ് സംഘടിപ്പിക്കാം, എന്തും സംഭവിക്കാം. ജാഗരൂകരായിരിക്കുക.